നമ്മുടെ വചനധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും നമുക്കൊരു വേദഭാഗം വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 13-ാം അധ്യായം 22-ാം വാക്യം. ഞാൻ ദുഃഖിപ്പിക്കാത്ത നീതിമാന്റെ ഹൃദയത്തെ നിങ്ങൾ വ്യാജങ്ങളെ കൊണ്ട് ദുഃഖിപ്പിക്കുകയും തന്റെ ദുർമാർഗം വിട്ട് തിരിഞ്ഞ് ജീവരക്ഷ പ്രാപിക്കാതെ വണ്ണം ദുഷ്ടനെ നിങ്ങൾ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യരുടെ ഇടയിൽ, സമൂഹങ്ങളുടെ മധ്യത്തിൽ, സംഘടനകളുടെ മധ്യത്തിൽ, സഭാമധ്യത്തിൽ അല്ലെങ്കിൽ ആരാധനാ വിഷയങ്ങളിൽ, നമ്മുടെ സാമൂഹ്യമായ ജീവിതങ്ങളിലൊക്കെ സഭാവ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്നെ മനുഷ്യർക്കുള്ള ഒരു വലിയ ദുഷ്പ്രവണതയെക്കുറിച്ചാണ് ദൈവം ഈ പ്രഭാതത്തിൽ നമ്മെ എടുത്തു കാണിക്കുന്നതായ ദൈവത്തിൻ്റെ ചിന്താഭാരം. ദൈവം പ്രവാചകനിൽ കൂടെ പറയുകയാണ്, ഞാൻ ദുഃഖിപ്പിക്കാത്ത നീതിമാന്റെ ഹൃദയത്തെ നിങ്ങൾ വ്യാജങ്ങളെ കൊണ്ട് ദുഃഖിപ്പിക്കുന്നു. രണ്ട് കാര്യമാണ് മനുഷ്യർ ചെയ്യുന്നത്. അതിനുശേഷം അതുപോലെ തന്നെ തന്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് ജീവരക്ഷ പ്രാപിക്കാതെ വണ്ണം ദുഷ്ടനെ നിങ്ങൾ ആ ദുഷ്ടതയിൽ തുടരുവാൻ ധൈര്യപ്പെടുത്തുന്നു. ഇത് രണ്ടും മാനുഷികമായ സ്വഭാവമാണ്. ദൈവം ഇതിൽ നിന്നൊരു വ്യത്യാസം മനുഷ്യനിൽ വരുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ വ്യാജമായിട്ടുള്ള കെട്ടിപ്പടുക്കുന്നതായ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായം, കേട്ടുകേഴ്വികൾ, നാം തന്നെ സ്വരൂപിച്ചുണ്ടാക്കുന്നതായ ചില രൂപസാദൃശ്യമുള്ള ചില കാര്യങ്ങൾ ഒരു നീതിമാന് വിരോധമായി നമ്മൾ എഴുതി ചേർക്കുമ്പോൾ, സംസാരിച്ചു കൊണ്ടുവരുമ്പോൾ, ആരോപിക്കുമ്പോൾ, അതിൻ്റെ അങ്ങേപ്പുറത്ത് ആ മനുഷ്യനെ ദൈവം ദുഃഖിപ്പിക്കുന്നുണ്ടോ? നമ്മൾ ദുഃഖമാണ് അവന് കൊടുക്കുന്നത്, സത്യം തന്നെ. എങ്കിലും ദൈവം അവനെ ദുഃഖിപ്പിക്കുന്നുണ്ടോ എന്ന് ആരായുവാൻ ആരെ കൊണ്ട് സാധിക്കും? ഒരു നീതിമാന് മാത്രമേ അങ്ങനെ ഒരു ചിന്തയിലേക്ക് കടന്ന് ചിന്തിക്കുവാൻ കഴിയുകയുള്ളൂ. നോക്കൂ, നാം ദൈവത്തെ അറിയുന്ന മനുഷ്യരാണെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ക്രിസ്തു യേശുവിൽ കൂടെ ജീവരക്ഷയ്ക്കായി കാംക്ഷിച്ച് രക്ഷയെ അവകാശമാക്കി ഒരാത്മീക ജീവിത ചൈതന്യത്തിൽ നാം മുൻപേറുന്ന മനുഷ്യരാണെങ്കിൽ അവരെ വിശ്വാസികളെന്ന് പറയും. അങ്ങനെ ഒരു വിശ്വാസി ഗണത്തിൽപ്പെട്ടവരാണ് നാമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിവേചിക്കുവാൻ നമുക്കൊരു ആത്മസംഭരണം ലഭിക്കണം. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇങ്ങനെ ഒരു ആത്മീകമായ ഒരു കാഴ്ചപ്പാട്, ഒരു പരിവേഷം, ഒരു ക്യാരക്ടർ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം സംബന്ധമായി ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന ആ അനുഭവത്തിനോട് ചേർന്ന് ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സ്വഭാവം അടിസ്ഥാനപരമായി നമ്മളിൽ ഇല്ല എങ്കിൽ നമ്മൾ പലർക്കും ദുഃഖം വരുത്തി വയ്ക്കുന്നവരായിരിക്കും. നാം തന്നെ ദോഷങ്ങളെ മെനഞ്ഞുണ്ടാക്കും, ദോഷങ്ങളെ നിരൂപിച്ച് അത് വാർത്തെടുക്കും, അതിനൊരു രൂപം കൊടുക്കും, അതിനൊരു പശ്ചാത്തലമുണ്ടാക്കും, അതിനൊരു റീസൺസ്, ഒരു കാരണമുണ്ടാക്കും. അതിനുശേഷം വളരെ മനോഹരമായി അത് മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രസന്റ് ചെയ്യും, അവതരിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു ആത്മീക ചൈതന്യത്തിൽ നടക്കുന്ന ഒരു മനുഷ്യൻ, അവൻ ഒരു മനുഷ്യനെ ദുഃഖിപ്പിക്കുവാനല്ല, ദുഃഖിക്കുന്നവർക്ക്, ഇപ്പോൾ ദുഃഖിക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ സന്തോഷിക്കും എന്ന ഒരു വചനത്തെക്കുറിച്ച് ഒരാശയം അവന്റെ ഹൃദയത്തിൽ വരും. അഥവാ ഒരു മനുഷ്യൻ ദുഃഖിക്കുന്നത് കണ്ടാൽ അവൻ ആശ്വാസം പകർന്നു കൊടുക്കുന്ന ഒരു മനസ്ഥിതി ഏത് മനുഷ്യനിലുണ്ടോ അവനാണ് രക്ഷ പ്രാപിച്ചവൻ, അവനാണ് രക്ഷിക്കപ്പെട്ടവൻ, അവൻ ക്രിസ്തുവിനെ അറിഞ്ഞവനെന്നും ക്രിസ്തുവിന്റെ സ്നേഹം അവനിൽ വസിക്കുന്നു എന്നും നമുക്കറിയാം. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവർക്ക് മാത്രമേ ക്രിസ്തു മുഖാന്തരം രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുവാൻ കഴിയുകയുള്ളൂ. ഇല്ല എങ്കിൽ നമ്മുടെ വാക്കുകളൊക്കെയും വെറും വാചകങ്ങളിലും അഭിനയങ്ങളിലും
തോന്നലുകളിലും നിരൂപണങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കും. രക്ഷ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയില്ല. യെഹെസ്കേൽ പ്രവാചകനിൽ കൂടെ ദൈവം ഈ വചനം അരുളി ചെയ്യുമ്പോൾ അവരോട് ദൈവം ദുഃഖിപ്പിക്കാത്ത ഒരു നീതിമാനെ മനുഷ്യൻ വ്യാജങ്ങളെ മെനഞ്ഞുണ്ടാക്കി അവന് വിരോധമായി അവതരിപ്പിച്ചുകൊണ്ട് അവനെ ദുഃഖത്തിലാഴ്ത്തുമ്പോൾ ദുഃഖത്തിന് പാത്രീഭൂതരാകുന്ന നീതിമാനോട് ദൈവത്തിന് ഒരു വാക്കരുളി ചെയ്യുവാനുണ്ട്. എന്താണെന്നറിയാമോ? അതിൻ്റെ 23-ാം വാക്യം, ഞാൻ എൻ്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. അങ്ങനെ കാരണമില്ലാതെ ദൈവഹിതപ്രകാരമുള്ള ഒരു ദുഃഖമല്ലാതെ മാനുഷികമായിട്ടുള്ള അനേക ഉപദ്രവങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഉപദ്രവങ്ങൾ അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ട് ഹൃദയത്തിൽ ഭാരമേറി നടക്കുന്ന ഒരു കൂട്ടം വൃദ്ധന്മാരോട്, ജനങ്ങളോട്, നീതിമാന്മാരോട്, വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരോട്, കഷ്ടങ്ങൾ ഏൽക്കുവാൻ അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരോട് ദൈവത്തിന് ഒരു അരുളപ്പാടുണ്ട്. ഞാൻ അവരുടെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ദൈവം തരുന്ന വാഗ്ദത്തം അതാണ്. നിന്റെ ജീവിതത്തിൽ അനേകം ആരോപണങ്ങളെ നീ കണ്ടു, കേട്ടു, മടുത്തു, സഹിച്ചു. തകർന്നു പോകുന്ന അനുഭവങ്ങളിൽ നിന്ന് ദൈവം വീണ്ടെടുക്കുവാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. അനേകം കഷ്ടങ്ങളിൽ കൂടെയും ഉപദ്രവങ്ങളിൽ കൂടെയും പരിഹാസങ്ങളിൽ കൂടെയും ദൈവം നിന്നെ കടത്തിക്കൊണ്ടുപോകും. ഒന്ന്, ദൈവം നിന്നെ വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് നിന്നെ മരുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. നീ കോപിക്കേണ്ടതായ അനേക സന്ദർഭങ്ങൾ നിന്റെ മുൻപിൽ കൊണ്ടുവരും. അതിനുശേഷം ആ പടിവാതിക്കൽ കിടക്കുന്നതായ പാപങ്ങളിന്മേൽ അതിന് മറികടന്ന് വരുന്നതായ ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അങ്ങേപ്പുറത്ത് നദിയുടെ അക്കരയിൽ നമ്മുടെ കർത്താവ് കൈനീട്ടി നമ്മെ സ്വീകരിക്കുന്നത് പോലെയുള്ള ഒരു വാക്കാണ്, ഞാൻ അവരുടെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ഒരു സമയത്ത് ഒരു സാധുവായ മനുഷ്യൻ വഴിപോകയിൽ ഒരു കൂട്ടം ആൾക്കാർ അദ്ദേഹത്തെ മർദ്ദിച്ചു. എന്തിനാണ് മർദ്ദിക്കുന്നതെന്ന് അവന് തന്നെ അറിയില്ല. ആ മർദ്ദിച്ചവരിൽ ഒരു കള്ളനുണ്ടായിരുന്നു. അവന്റെ കള്ളത്തരം മറയ്ക്കുവാൻ വേണ്ടി വഴിപോക്കനായ സാധുവിനെ ആ മനുഷ്യരെല്ലാവരും ചേർന്ന് കള്ളനാണെന്നുള്ള ഒരു പേരും കൊടുത്ത് തന്നെ ആക്രമിക്കാൻ തുടങ്ങി, ഉപദ്രവിക്കുവാൻ തുടങ്ങി. പൊടുന്നനവേ ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ അവിടെ ചെല്ലുന്നത് പോലെ ഒരു മാന്യനായ ഒരു മനുഷ്യൻ അതുവഴി കടന്നു പോവുകയും ഇദ്ദേഹത്തെ എന്തിനാണ് ഉപദ്രവിക്കുന്നത് എന്ന് അവരെ തടസ്സം ചെയ്തുകൊണ്ട്, ആ ഉപദ്രവത്തിനും തടസ്സം ചെയ്തുകൊണ്ട് അവരെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്ത വ്യക്തി മോശക്കാരനല്ലെന്നറിഞ്ഞുകൊണ്ട് ആ മർദ്ദിച്ചവരെല്ലാം അവിടെ നിന്ന് പെട്ടെന്ന് സ്ഥലം വിട്ടു. പെട്ടെന്ന് പോലീസുകാർ വന്ന് ആ മർദ്ദിച്ചവരെ തിരിച്ചറിഞ്ഞ് അവരെ പിടികൂടി അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ അവരുടെ കള്ളത്തരങ്ങൾ മറയ്ക്കുന്നതിന് വേണ്ടി സാധുവായ മനുഷ്യനിൽ അവർ കെട്ടിവെച്ചതായ ആരോപണങ്ങളാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ കുറ്റക്കാർ പോലീസിന്റെ പിടിയിലാകുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ശിക്ഷിക്കപ്പെടാത്ത അനേകരുണ്ട്. അനേക നീതിമാന്മാർ അല്ലെങ്കിൽ നിർദോഷികളായിട്ടുള്ള പലരും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പലർക്കും ഈ ഭൂമിയിൽ വെച്ച് അവരുടെ നീതി ലഭിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ നീതി ലഭിക്കാത്ത ഒരു കൂട്ടം വിശുദ്ധന്മാരെ, ദൈവമക്കളെ, നീതിമാന്മാരെ സ്വർഗം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അവരെ സഹായിക്കുവാൻ ആരുമില്ലാതിരുന്ന സ്ഥാനത്ത്, നോ, നിന്റെ ആശ അറ്റുപോയില്ല, നിന്റെ പ്രത്യാശ വീണായി പോയില്ല എന്ന് ദൈവത്തിന്റെ വചനം അനേകം പ്രാവശ്യം ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നീതിമാന്മാരുടെ ചെവികളിൽ ദൈവത്തിന്റെ ആത്മാവ് മന്ത്രിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുന്ന ചിലരോടെങ്കിലും ദൈവത്തിന്റെ ആത്മാവിന് സംസാരിക്കുവാനുണ്ട്. നീ സഹിച്ചത് വൃഥാവല്ല.
ഞാൻ നിന്നെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ മാനുഷിക സ്വഭാവത്തിൽ നിൽക്കുമ്പോഴാണ് ദുഷ്ടന്മാരെ അവർ വളർത്തുകയും നീതിമാന്മാരെ അപമാനത്തിന് പാത്രരായി അവരെ അപമാനിക്കുകയും ചെയ്യുന്നത് ഒരു മാനുഷിക തത്വമാണെങ്കിൽ, ദൈവജനത്തിൽ ആരെങ്കിലും, ദൈവത്തെ സ്നേഹിക്കുന്നവരാരെങ്കിലും യേശുവിന്റെ നാമത്തിൽ, ദൈവത്തിന്റെ നാമത്തിൽ നീ ഇറങ്ങിത്തിരിച്ച് അനുഭവിക്കുന്നതായ വിശ്വാസത്തിന്റെ ആ പാതയിൽ ഇങ്ങനെ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു അനീതി നിനക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ നിന്നെ ആരും സഹായിച്ചില്ലെന്നുള്ളത് കാര്യം അത് നീ മറന്നുകളയൂ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ നിന്നെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദിവസമുണ്ട്. നീതിമാന് വേണ്ടി ദൈവം പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെക്കുറിച്ചുള്ളതായ ഒരു പ്രത്യാശയാണ് ഈ പ്രപഞ്ചത്തെ ഒരു ബാലൻസിൽ നിർത്തുന്നത്. ദൈവം അങ്ങനെയുള്ള ഒരു പ്രത്യാശ ലോകത്തിന് കൊടുക്കുന്നു, നീതിമാന്മാർക്ക് കൊടുക്കുന്നു, വിശ്വാസികൾക്ക് കൊടുക്കുന്നു, ദൈവത്തെ അറിയുന്ന ബുദ്ധിമാന്മാർക്ക് കൊടുക്കുന്നു. അവർ അതിനെ തിരിച്ചറിയുന്നു. ലോകത്തിൽ എന്ത് കഷ്ടങ്ങളുണ്ടെങ്കിലും മറന്ന് ഒരു നാൾ, ഒരു ദിവസം എനിക്ക് വേണ്ടി നീതിമാനായ മനുഷ്യർക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന നീതിമാനായ ദൈവം എനിക്ക് ലഭിക്കുവാനുള്ള നീതിയുമായി എൻ്റെ അടുത്ത് വരും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ മുഷ്ടി അല്ലെങ്കിൽ വൃഥാ പ്രയത്നിക്കുകയല്ല, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയി പോയില്ല, ഞാൻ ആകാശത്തോട് മുഷ്ടിയുദ്ധം ചെയ്യുന്നവനായിട്ടല്ല. അവൻ എന്നെ അറിയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാനും അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെയും കാക്കുവാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. പ്രിയ ദൈവവൈതലേ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം നിന്റെ കാതുകളിൽ മുഴങ്ങുമ്പോൾ, വിശ്വാസത്തിൽ ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി നീ ഒരു രൂപാന്തരപ്പെട്ട മനുഷ്യനെങ്കിൽ, വിശ്വാസം നിമിത്തം, ക്രിസ്തു നിമിത്തം നീ അനേക അനീതികളെ സഹിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ടെങ്കിൽ, അനേകരിൽ നിന്ന് ഉപദ്രവം നിനക്ക് വാരിക്കൂട്ടുവാനുള്ളതായ കാലങ്ങളാണ് കഴിഞ്ഞ കാലങ്ങൾ വരെയും നീ കടന്നുപോയിക്കൊണ്ടിരുന്നതെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഒരു ദിവസം നിനക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടും. ആ ദിവസം നിന്നെ അവരുടെ കയ്യിൽ നിന്ന് ദൈവമായ യഹോവ വിടുവിക്കുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമെന്ന്, ധീരനെന്ന് സകല ജനങ്ങളും മനസ്സിലാക്കേണ്ടതിന്. ദൈവത്തിന് സ്തോത്രം. 23-ാം വാക്യത്തിന്റെ അവസാനത്തിൽ പറയുന്നത്, ഞാൻ എൻ്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവിക്കും, ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. ഈ മഹാദൈവത്തെ, കരുണയുള്ള ദൈവത്തെ, നീതിയുള്ള ദൈവത്തെ അവന്റെ മുഖത്തിന്റെ തേജസ്സോടുകൂടെ ഈ പ്രഭാതത്തിൽ കാണുവാൻ, അനുഭവിച്ചറിയുവാൻ, അവനിൽ പ്രത്യാശ വയ്ക്കുവാൻ, അവനിൽ വിശ്വാസമർപ്പിക്കുവാൻ, അവനിൽ നിന്ന് ധൈര്യം കൈക്കൊള്ളുവാൻ, ഉൾക്കൊള്ളുവാൻ ഇടയായിട്ടുള്ള ഭാഗ്യവാന്മാരായ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പുകഴ്ച അർഹിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ നിന്നെ വിടുവിക്കും. ഗോഡ് ബ്ലെസ് യു.